മോർണിംഗ്. ഞാനേ ഇന്ന് ലുലു വരെ ഒന്ന് പോയി. എന്തിനാണെന്നറിയാമോ? ഒരു താറാവിനെ മേടിക്കാനാണ്. അപ്പം താറാവ് ഉണ്ടാക്കണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. ഇത് താറാവ് കുട്ടനാടൻ താറാവാണ് ഉണ്ടാക്കുന്നത്. കുട്ടനാടൻ കറിയാണ്, അതായത് മപ്പാസ്. സവാള ഒരു 4 എണ്ണം, കുറച്ച് ഉള്ളി, തക്കാളി 4 എണ്ണം, മസാലപ്പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണ്ട കേട്ടോ, പച്ചമുളക് ഒരു 10 എണ്ണം, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കെന്താ ഉണ്ടാക്കി തുടങ്ങാം. ചട്ടി വെക്കണം, സവാള ഇട്ട് വഴറ്റണം. അതിനുശേഷം എന്താ ഇടേണ്ടത്? ടൊമാറ്റോ ഇടാം, പച്ചമുളക് ഇടാം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം, തക്കാളി ഇടാം. നന്നായിട്ട് വഴറ്റാം. അത് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം കുറച്ച് തേങ്ങാ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഇടാം. അതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. വഴറ്റി വന്ന ശേഷം 2-ാം പാല് നമുക്ക് ഒഴിക്കണം. അത് നമുക്ക് ഇറച്ചി ഇട്ടതിന് ശേഷം താറാവിനെ നമുക്ക് അതിലേക്ക് ഇടണം. അത് ഈ 2-ാം പാലിൽ വേവിക്കണം കേട്ടോ. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റണം. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് വഴറ്റട്ടെ. വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇറച്ചി ഇടാം. ഇറച്ചി താറാവിനെ ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ മസാല എല്ലാം ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറച്ചി മസാല, കുരുമുളക്, മല്ലിപ്പൊടി കൂടുതൽ വേണം, ഒരു 4 സ്പൂണെങ്കിലും വേണം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി വേണ്ട കേട്ടോ, കുരുമുളക് പൊടി വേണം, വലിയ ജീരകത്തിൻ്റെ പൊടി വേണം. എന്നിട്ട് ഇതെല്ലാം നമ്മൾ വഴറ്റണം. വഴറ്റിയിട്ട് നമുക്ക് 2-ാം പാലാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. 2-ാം പാൽ ചേർത്ത് നമുക്ക് ഈ ഇറച്ചി അതിലേക്കിട്ട് വേവിക്കണം. ഞാൻ കുക്കറിലിടുന്നില്ല, ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ. പിന്നെ മല്ലിയിലയില്ല, അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, പുതിനയിലുണ്ടായിരുന്നേ, അപ്പോൾ ഞാൻ അത് മാത്രം ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കാഷ്നട്ടിൻ്റെ പേസ്റ്റൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി ഗ്രേവിക്ക് തിക്നെസ് ഉണ്ടാവും. നമുക്ക് അപ്പത്തിനോ പത്തിരിക്കോ വേറെ ബ്രെഡിനോ ചോറിനോ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അത് വഴറ്റിയതിന് ശേഷം നമുക്ക് താറാവിനെ ഇടാം. താറാവിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കാണുന്നവരെല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യണേ. ഇത് ബ്രോയിലർ ഡക്കാണ് കേട്ടോ. ബ്രോയിലറാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഉണ്ട് അവിടെ നാടൻ, അത് ഒട്ടുമില്ല, കുറച്ച് മാംസമൊന്നുമില്ല, പിള്ളേർക്ക് കഴിക്കണ്ടേ. അപ്പം ഞാനിതാണ് വാങ്ങിച്ചത്. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. തേങ്ങാപ്പാൽ 2-ാം പാല് ഒഴിച്ചിട്ട്, വെള്ളമൊന്നും ഒഴിക്കണില്ല ഞാൻ കേട്ടോ, പാലാണ് ഒഴിക്കുന്നത്. പാലൊഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് വേവുണ്ട്, കുക്കറല്ലല്ലോ. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളമില്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം വെന്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒന്ന് താളിക്കണം. ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇച്ചിരി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം, ഉള്ളി താളിച്ചിടണം, വേപ്പിലയും ഉള്ളിയും താളിച്ചിടണം. ഏറ്റവും അവസാനം കുറച്ചുകൂടി കുരുമുളക് പൊടിയും കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും വേണമെങ്കിൽ കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് എരിവ് ഇടാം കേട്ടോ. എല്ലാവരുടെ ആവശ്യത്തിന് നമുക്ക് കുരുമുളകൊക്കെ കൂടുതൽ ചേർക്കാം, പച്ചമുളക് കൂടുതൽ ചേർക്കാം. ഇവിടെ അധികം എരിവ് വേണ്ട, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് തലപ്പാൽ നമുക്ക് ഒഴിക്കുക. ആദ്യത്തെ പാലുണ്ടല്ലോ, അത് കുറച്ചൊഴിച്ചിട്ട് അധികം ഇട്ട് തിളപ്പിക്കേണ്ട, ഓഫ് ചെയ്യുക, അടച്ച് വയ്ക്കുക, കഴിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഇന്ന് സൺഡേ ആയിട്ട് താറാവ് കറിയൊക്കെ കൂട്ടി അപ്പോൾ പത്തിരി, പുട്ട്, ബ്രെഡൊക്കെ കഴിക്കുക. ഞാനും കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കെ. മഴയൊക്കെ മാറി വെയിലൊക്കെ ആയി, തുണികളൊക്കെ കഴുകിയിട്ടോളൂ, വേഗം ഉണങ്ങിക്കോളും.
അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ഇട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ഓക്കേ, ബായ്.